നമസ്കാരം. ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിച്ചതിന് തൊട്ട് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് സ്പെയിനിന് നേരെയാണ്. സ്പെയിനെതിരെ അതിശക്തമായ വിമർശനവുമായിട്ടാണ് അദ്ദേഹം ഹേഗിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുത്തത്. എല്ലാ അംഗരാജ്യങ്ങളും അവരുടെ വരുമാനത്തിൻ്റെ 5% യുദ്ധഫണ്ടിലേക്ക് മാറ്റിവെക്കണം എന്ന ട്രംപിൻ്റെ ആവശ്യം സ്പെയിൻ മാത്രമാണ് നിരാകരിച്ചത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് സ്പെയിൻ വ്യക്തമാക്കിയിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല, അവിടെ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു സ്പാനിഷ് മാധ്യമ പ്രവർത്തകന് നേർക്ക് ട്രംപ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ട്രംപ് പറഞ്ഞത്, നിങ്ങളുടെ രാജ്യം മാത്രമാണ് ഈ സംഘടനയ്ക്ക് പണം തരാത്തത്, പക്ഷേ അത് വേറെ രീതിയിൽ മുതലാക്കാൻ ഞങ്ങൾക്ക് അറിയാം എന്നും ട്രംപ് വ്യക്തമാക്കി. ഇതിലൂടെ ട്രംപ് ഉദ്ദേശിക്കുന്നത് മിക്കവാറും അവർക്ക് മേൽ കൂടുതൽ ചുങ്കം ഏർപ്പെടുത്താൻ തന്നെയായിരിക്കാം. നേരത്തെ പല രാജ്യങ്ങളുടെ മേലും ഇരട്ടി ചുങ്കമൊക്കെ ഏർപ്പെടുത്തിയതുപോലെ സ്പെയിനിന് മേൽ അധിക നികുതി ഏർപ്പെടുത്താനാണ് ഇപ്പോൾ ട്രംപ് നീക്കം നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ പല രാജ്യങ്ങളും ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ സ്പെയിനിൻ്റെ സംഖ്യയും വർദ്ധിപ്പിച്ചിരുന്നു. പക്ഷേ അടുത്ത മാസം 9-ാം തീയതി വരെ അത് താൽക്കാലികമായി അമേരിക്ക നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഒരുപക്ഷേ അടുത്ത മാസം 9-ന് ശേഷം വീണ്ടും ഇരട്ടി താരിഫ് ഏർപ്പെടുത്താൻ തന്നെയായിരിക്കും ട്രംപ് നീക്കം നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ട്രംപ് ഇക്കാര്യത്തിൽ വളരെ കടുത്ത നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. മറ്റ് എല്ലാ അംഗരാജ്യങ്ങൾക്കും ഇത് അനുസരിക്കാമെങ്കിൽ സ്പെയിന് മാത്രം എന്താണ് അനുസരിക്കാൻ കഴിയാത്തത് എന്ന നിലപാടാണ് ട്രംപ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 27 രാജ്യങ്ങളാണ് നാറ്റോ സഖ്യത്തിലുള്ളത്. അവരിൽ കൂടുതൽ രാജ്യങ്ങളും ട്രംപിനെ അനുകൂലിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചതും. നാറ്റോ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം അമേരിക്ക തന്നെയാണ് എന്നുള്ളത് മറ്റൊരു പ്രധാന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ സ്പെയിനിൻ്റെ ഈ നിലപാടിനോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് ഇനി സ്പെയിന് നേർക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിലാണ് ലോകം. സ്പെയിൻ എന്ന രാജ്യത്തെ തനിക്ക് ഏറെ ഇഷ്ടമാണെന്ന് ട്രംപ് പറഞ്ഞു. അവിടെ തനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പക്ഷേ അവർ മാത്രമാണ് പണം തരാത്തത് എന്നുള്ളതാണ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ പണം തരാത്തത് എന്നാണ് ട്രംപ് ഇപ്പോൾ ചോദിക്കുന്നത്. താൻ മനസ്സിലാക്കുന്നത് സ്പെയിൻ വളരെ സാമ്പത്തികമായൊക്കെ നിലവിൽ വളരെ മെച്ചപ്പെട്ട രാജ്യമാണ് എന്നാണ്. പക്ഷേ എന്നിട്ടും മറ്റ് അംഗരാജ്യങ്ങൾക്കൊപ്പം 5%, മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 5% ഈ നാറ്റോയുടെ ആയുധ ശക്തിക്കായി തരില്ല എന്ന് സ്പെയിൻ വാശി പിടിക്കുന്നത് എന്തിനാണ് എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നാറ്റോ ഉച്ചകോടിക്ക് എത്തിയപ്പോൾ യുക്രൈന് കൂടുതൽ പാട്രിയറ്റ് മിസൈലുകൾ നൽകുന്ന കാര്യം പരിഗണനയിലാണ് എന്നാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ മുൻകൈ എടുക്കണം എന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്തത് വലിയൊരു നാണക്കേടായി മാറിയിരിക്കുകയായിരുന്നു. കാരണം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിലൊക്കെ തന്നെ താൻ അമേരിക്കൻ പ്രസിഡൻ്റായാൽ അടുത്ത ദിവസം ഈ യുദ്ധം അവസാനിപ്പിക്കും എന്ന് ട്രംപ് പലതവണ വീമ്പ് ഇളക്കിയിരുന്നു. പക്ഷേ അതൊന്നും സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏതാണ്ട് 6 മാസം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. നിരവധി തവണ ട്രംപ് പുടിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെങ്കിലും അത് 1-2 മണിക്കൂറുകൾ നീളുന്ന ചർച്ചയാണ് നടന്നതെങ്കിൽ പോലും അക്കാര്യത്തിൽ ഇനി ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ പുടിനോടും ട്രംപിന് വല്ലാത്ത ദേഷ്യമാണുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതിനിടെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചപ്പോൾ റഷ്യ ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞു എന്നുള്ള വാർത്തയും ട്രംപിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതായാലും യുക്രൈനെ കൂടുതൽ ആയുധങ്ങൾ നൽകാനുള്ള ട്രംപിൻ്റെ ഈ ഒരു പ്രഖ്യാപനവും ഒരുപക്ഷെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കാനാണ് സാധ്യത.